രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിന്നെ എന്തുവാണ് ഹല്ലേലൂയ നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ലുത്തീറ്റും. അതുമാത്രമല്ല, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേലെ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ എന്തുവാണ് നിനക്ക് 7 കാലം കഴിയും എന്ന് ഇതിനോട് പറയുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇദ്ദേഹം കണ്ടതായ സ്വപ്നം ദാനിയേലെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നു. അതുപോലെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരവസരം എന്തുവാണ് വാസ്തവത്തിൽ ഇവിടെ ദൈവം കൊടുക്കുന്നുണ്ട് നെബൂഖദ്നേസറിന്. അതുകൊണ്ടാണ് ഒരു തായ്വേര് അവിടെ വെച്ചിരിക്കുകയാണ്. അത് മാത്രം മുറിച്ചില്ല, എന്നാൽ ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞു. ഇദ്ദേഹം മനസ്താപപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതാപപ്പെട്ട് ഇദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ എന്തുവാണ് ഈ തായ്വേര് അല്ലെങ്കിൽ ആ ഇട്ടിരിക്കുന്നതായ വേര് കിളിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു സാധ്യതയുമില്ല, എല്ലാം മറിഞ്ഞിരിക്കുകയാണ്, എല്ലാം മാറിയിരിക്കുകയാണ്, ഇനി മുന്നോട്ട് പോകുവാൻ ഒക്കത്തില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്തുവാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായ തായ്വേരുണ്ട്. അത് കിളിക്കുമെന്നുള്ളതായ ഒരു വലിയ പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ അത് കിളിക്കണമെങ്കിൽ എന്തുവാണ് ഒരു അനുതാപം വേണം. അത് കിളിക്കണമെങ്കിൽ ഒരു മാനസാന്തരം വേണം. അത് കിളിക്കണമെങ്കിൽ നിന്റെ പാപത്തെ നീ പറയണം. അത് കിളിക്കണമെങ്കിൽ നിന്റെ നിഗളത്തെ എന്തുവാണ് നീ തന്നെ ഡീൽ ചെയ്യണം. നിന്റെ നിഗളത്തെ നീ ഡീൽ ചെയ്ത് നിന്റെ പാപത്തിന് ഒരു പരിഹാരം ഉണ്ടായി ഒരു മാനസാന്തരത്തിലേക്ക് ഒരു അനുതാപത്തിലേക്ക് നീ കടന്നു വരുന്നുവെങ്കിൽ എന്തുവാണ് അതിനെ കിളിപ്പിക്കുവാനായിട്ട് ഒരു വേരവിടെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഏത് അഹങ്കാരിയെയും ഹല്ലേലൂയ ഏത് പാപിയെയും എന്തുവാണ് സ്നേഹിക്കുന്നതായ ദൈവത്തിൻ്റെ ആ വലിയ കരുണ ആ കൃപയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.